കണ്ടില്ലേ കാലം പോയൊരു പോക്കെ പരിഷ്കരിച്ച് ലോക എവിടം വരെ എത്തിന്ന് കണ്ടില്ലേ? മഹാബലിക്ക് പോലും വില പറയണ കാലായി. കഷ്ടം തന്നെ, അല്ലാതെ എന്താ പറയാ. മണ്ടൊക്കെ ശാക്യാന്റെ ചെറുപ്പത്തില് മുത്തശ്ശിയും അമ്മയും പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ദാനധർമ്മിഷ്ഠനായ മഹാബലി ചക്രവർത്തിയുടെ കഥ. ഇന്നത്തെ ആളുകൾക്കൊക്കെ അതൊക്കെ അറിയാവുന്ന വിഷയമില്ല. ചാക്യാക്ക എന്താ നിങ്ങൾക്ക് ആ കഥ അറിയോ? ഇല്ല, മനസ്സിലായി. എന്നാ കേട്ടോളൂ. പണ്ട് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ധർമ്മിഷ്ഠനും ദാനശീലനുമായ ചക്രവർത്തിയായിരുന്നു മഹാബലി. സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ഭരണം. പ്രജകളെല്ലാവരും വളരെ സന്തുഷ്ട. വിഷ്ണു ഭഗവാന്റെ മുമ്പിലെത്തി സങ്കടം കൊടുത്തു. ഇങ്ങനെ പോയാൽ ഇത് സകല ദേവന്മാർക്കും ആപത്താണെന്നും വിഷ്ണു ഭഗവാന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതിനാൽ വേണ്ടതുപോലെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹത്തോട് അപേക്ഷിച്ചു. മഹാബലി വലിയ ദാനശീലനാണെന്ന് അറിയാമായിരുന്ന വിഷ്ണു ഒരു ദരിദ്ര ബ്രാഹ്മണ ബാലകനായ വാമനന്റെ വേഷത്തിൽ മഹാബലി അശ്വമേധ യാഗം നടത്തുന്ന യാഗശാലയിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. മഹാരാജാവ് ആ ബാലകനെ സ്വീകരിച്ച് ആദരിക്കുകയും ആഗമന ഉദ്ദേശം ആരായുകയും ചെയ്തു. അല്ലയോ ബ്രാഹ്മണ ബാലക, അങ്ങയുടെ വരവ് എന്തിനെന്ന് അറിയിച്ചാലും അങ്ങ് മഹാദാനശീലനല്ലേ? അടിയിൽ തപസ് ചെയ്യാൻ 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി. മതി രാജൻ, നാം ഈ കാൽപാദങ്ങൾ കൊണ്ട് അളന്നെടുത്തുകൊള്ളാം. അങ്ങയുടെ ഇച്ഛ പോലെ ബാലക. മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണ ബാലന്റെ വേഷം കൊണ്ട് വിഷ്ണു ഭഗവാൻ ഒരു കാലടി കൊണ്ട് ഭൂമിയും മറ്റേ കാലടി കൊണ്ട് ആകാശവും അളന്നു. 3ാമത്തെ കാലടി വയ്ക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാഞ്ഞു. രാജൻ, 3ാമത്തെ കാലടി ഞാൻ എവിടെ വയ്ക്കുമെന്ന് പറഞ്ഞാലും? ഭഗവാനെ, ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വാക്ക് പാലിക്കുന്നു. 3ാമത്തെ കാലടിക്കായി ഞാൻ എന്റെ ശിരസ്സ് നമിച്ചു. രാജൻ, ഞാൻ നിന്നെ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും. പ്രഭു, വർഷത്തിലൊരിക്കൽ നിന്റെ പ്രജകളെ വന്ന് കാണാൻ മാത്രം അനുവദിച്ചാൽ മതി. മറ്റൊന്നും നമുക്ക് വേണ്ട. തഥാസ്തു. അന്നു തുടങ്ങി എല്ലാ വർഷവും ആദ്യ മാസമായ ചിങ്ങത്തിൽ സ്വന്തം പ്രജകളെ സന്ദർശിക്കുവാനുള്ള വരം നൽകിക്കൊണ്ട് വിഷ്ണു ഭഗവാൻ തൻ്റെ പാദം മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി.